ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ എല്ലാവരും തന്നെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുവാണെന്ന് ഞാൻ കരുതുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുള്ളതുപോലെ നല്ല എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം പ്രത്യേകിച്ച് ഗേൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗേൾസിന് ഇത് നല്ല എക്സൈറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ, അതായത് ഒരു 6-7 അതിൽ ഏറെ ആയെന്ന് എനിക്ക് തോന്നുന്നു. കുറേ മാസങ്ങൾക്ക് മുന്നേ നമുക്ക് ഡാസ്ലർ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർക്ക് വരെ ഗിഫ്റ്റ് ഹാമ്പർ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഇപ്പം നിലവിലില്ല എന്നാണ് നമ്മുടെ അറിവിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, എനിക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ ഡാസ്ലർ ഇപ്പോൾ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതി. അപ്പം ഗിഫ്റ്റ് ഹാമ്പർ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ഹാമ്പർ എങ്ങനെയാണ് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പം ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം, എങ്ങനെയാണ് ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഡാസ്ലർ നമുക്ക് അയച്ചു തരുന്നതെന്ന്. ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വെയിറ്റിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് നാളെ ആയിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് എത്തേണ്ടത് ഇവിടെ. പക്ഷേ ഇന്ന് വൈകുന്നേരം തന്നെ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം തന്നെ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് അൺബോക്സ് ചെയ്തിട്ട് ആ ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കണമെന്നുള്ള ഒരു ഒരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ ഇന്ന് തന്നെ അൺബോക്സ് ചെയ്ത് ഇപ്പം തന്നെ സ്വാച്ച് ചെയ്തൊക്കെ നോക്കണം, ഇന്ന് തന്നെ സ്വാച്ച് ചെയ്ത് നോക്കണം എന്നൊക്കെ ആലോചിച്ചാണ് ഇരിക്കുന്നത്. ഫ്രീ ആയിട്ട് ഒരു പൈസ പോലും കൊടുക്കാതെയാണ് ഡാസ്ലർ എനിക്ക് ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ അയച്ചു തന്നിട്ടുള്ളത്. ഫ്രീ ആയിട്ട് സാധനം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് സന്തോഷം കിട്ടാൻ വേറൊന്നും വേണ്ടല്ലോ. അപ്പം എനിക്ക് നല്ല ഹാപ്പിയാണ്, ഞാൻ നല്ല ഹാപ്പിയിലാണ്. അപ്പം എനിക്ക് ഡാസ്ലർ അയച്ചു തന്ന പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം. നമ്മുടെ കഴിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറൊക്കെ അവർ തരാൻ നേരം ഹാമ്പർ എന്നും പറഞ്ഞോ ഡാസ്ലർ എന്നൊക്കെ പറഞ്ഞ് ഒരു പിങ്ക് കളർ ഇങ്ങനെ പേപ്പറൊക്കെ ഉണ്ടായിരുന്നല്ലോ ചുറ്റിച്ചിട്ട്. ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമല്ല, ഒരു കോമൺ ആയിട്ടുള്ളൊരു പെട്ടിക്കകത്താണ് എനിക്ക് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ഇത്രയും വലിപ്പമാണ് പെട്ടിക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് എനിക്ക് പ്രോഡക്റ്റ് അവർ അയച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഈ ഒരു പെട്ടിക്കകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ക്യൂരിയോസിറ്റി കാരണം നമുക്ക് നേരത്തെ ഞാൻ അൺബോക്സ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഡാസ്ലറിൻ്റെ വേറൊരു പെട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മുടെ പ്രോഡക്റ്റ് ഉള്ളത്. ഓക്കെ, നമുക്കപ്പോൾ പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്ക് തുറന്ന് നോക്കാം. ഓൾറെഡി ഞാൻ തുറന്ന് കണ്ടതാണ്, നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുറേ ആൾക്കാർക്കും ലിപ്സ്റ്റിക് ആയിരുന്നു കിട്ടിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഐഷാഡോ ആണ് കിട്ടിയത്. ഐഷാഡോയും 4 ഐഷാഡോ പാലറ്റും ഒരു മസ്കാരയുമാണ് എനിക്ക് കഴിഞ്ഞ വട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വട്ടം ലിപ്സ്റ്റിക്ക് കിട്ടണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്താണേലും ആ ഒരു ആഗ്രഹം എനിക്കിപ്പോൾ സാധിച്ചിരിക്കുന്നു. അപ്പോൾ 4 ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഡാസ്ലർ അയച്ചു തന്നിട്ടുള്ളത്. ഈ 4 ഷെയ്ഡ്സാണ് ഡാസ്ലർ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഈ 4 ഷെയ്ഡ്സും ഞാൻ സെലക്ട് ചെയ്ത ഷെയ്ഡ്സ് തന്നെയാണ് ഈ 4 ഷെയ്ഡ്സും വരുന്നത്. അത് മാത്രമല്ല, ഡാസ്ലറിൻ്റെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഐലൈനറും കൂടി അവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് ഡാസ്ലർ എനിക്ക് അവരുടെ ഗിഫ്റ്റ് ഹാമ്പറിൽ അയച്ചു തന്നിട്ടുള്ളത്. നല്ല സേഫ് ആയിട്ടുള്ള പാക്കേജിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നും ഏത് ഷെയ്ഡാണെന്ന് കാണാം അല്ലേ. അതുകൂടാതെ ഇന്നത്തെ ഒരു കാർഡൊക്കെ വരുന്നുണ്ട്. ഡാസ്ലർ ഒഫീഷ്യൽ ബ്യൂട്ടി ആൻഡ് മേക്കപ്പ് പാർട്ട്ണർ catches on stage at India's largest sports event cricket season 2025. ക്രിക്കറ്റ് സീസണെ അനുബന്ധിച്ചാണ് എനിക്ക് ഈ ഒരു ഹാമ്പർ വന്നിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ ഈ 4 ലിപ്സ്റ്റിക് ഷെയ്ഡ്സാണ് അവരെനിക്ക് അയച്ചു തന്നിട്ടുള്ള ഷെയ്ഡ്സ് എന്ന് പറയുന്നത്. ഇത് 4 എണ്ണവും ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള തന്നെ ഷെയ്ഡ്സാണ്. അപ്പം നമുക്ക് ഓരോ ഷെയ്ഡും വെച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് വരുന്നത് റെഡ് ലാവ എന്നാണ്. DLC031 എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ് റെഡ് കളറാണ് വരുന്നത്. അപ്പം നമുക്ക് സ്വാച്ച് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഷെയ്ഡ്സൊക്കെ പറഞ്ഞതിന് ശേഷം ഒന്ന് സ്വാച്ച് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡ്സാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇതുപോലത്തുള്ള ഷെയ്ഡ്സാണ് എനിക്ക് കൂടുതലും ഇഷ്ടമെന്ന് പറയുന്നത്. ഇത് DLC032 ആണ് വരുന്നത്. ഡാർക്ക് റോസ്വുഡ് ആണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമുക്ക്
നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് വരുന്നതും എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് റേഞ്ചിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് DLC 030 ആണ്. ഡീപ്പ് ബർഗണ്ടി ആണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് വരുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്, DLC 034. അപ്പം നമുക്ക് ഇത് ഓരോന്നായിട്ട് ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഓൾറെഡി കുറച്ച് ലിപ്സ്റ്റിക്ക് എൻ്റെ ചുണ്ടത്തുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഒന്ന് റിമൂവ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ഓരോന്നായിട്ട് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ആദ്യം നമുക്ക് DLC 030 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡീപ്പ് ബർഗണ്ടി ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ അടുത്തൊരു മിററൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം മിററിൽ നോക്കിയിട്ട് ഇടാമല്ലോ. അപ്പം ഞാൻ ഫസ്റ്റ് സ്വാച്ച് ചെയ്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡാസ്ലറിൻ്റെ DLC 030 ആണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അടുത്തൊരു മിറർ വെച്ചിട്ടുണ്ട്, അതിൽ നോക്കി അപ്ലൈ ചെയ്യാമെന്നാണ്. ഇതാ ഇങ്ങനെയാണ് ഷെയ്ഡ് വരുന്നത്. നല്ല ഈസി ആയിട്ടോ, അപ്ലൈ ആവാൻ വേണ്ടി നല്ല ഈസിയാണ്, നന്നായിട്ട് ഗ്ലൈഡ് ആവുന്നുണ്ട്, നല്ലൊരു ഷെയ്ഡും കൂടിയാണ്. അപ്പോൾ എനിക്ക് നേരിട്ട് കാണുമ്പം കുറച്ചും കൂടി നല്ലൊരു മെറൂണിഷ് ഷെയ്ഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ക്യാമറേനേക്കാളും കുറച്ചും കൂടി നേരിട്ട് നല്ലൊരു ഷെയ്ഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ക്യാമറയിൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു, എടുത്ത് കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താണേലും നല്ലൊരു ഷെയ്ഡാണ്, എനിക്കിഷ്ടമായി ഈ ഒരു ഷെയ്ഡ്, നല്ല അടിപൊളി ഷെയ്ഡാട്ടോ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് ട്രാൻസ്ഫർ ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ആ ഒരു ഷെയ്ഡ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് DLC 30 എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ്. കണ്ടോ, എനിക്ക് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷെയ്ഡ്, അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ലിപ്സ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലിപ്സ്റ്റിക് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ട്രാൻസ്ഫർ ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലുക്ക് ഗൈസ്, ട്രാൻസ്ഫർ ആകുന്നില്ല. അതുപോലെ എനിക്ക് ചുണ്ട് ഭയങ്കര ഡ്രൈ ആക്കിയിട്ടും ഫീൽ ആവുന്നില്ല. നല്ല ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ഷെയ്ഡ് എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുമുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഈ ഒരു DLC 032 എന്ന് പറയുന്നുള്ള ഈ ഒരു ഷെയ്ഡാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതൊന്ന് അൺബോക്സ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് വലുതായി പോവും. ഞാനൊന്ന് അൺബോക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് DLC 032 എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് വരുന്നത്. കണ്ടിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണെന്ന് തോന്നുന്നു. എനിക്ക് നന്നായിട്ട് മാച്ച് ആവുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നുള്ളത്. നമുക്ക് എന്താണ് ഇട്ട് നോക്കാം. ഇട്ട് നോക്കിയിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ. ഈ ഒരു ഷെയ്ഡും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് എനിക്ക് ചേരുന്നുണ്ട് ഗൈസ്. അപ്പം ഇതും ഞാൻ സെലക്ട് ആയത് എനിക്ക് വേസ്റ്റ് ആയിട്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. സെറ്റ് സാധനം, നല്ല രസമുണ്ട് കേട്ടോ ഈ ഷെയ്ഡ് കാണാൻ വേണ്ടി. കഴിഞ്ഞ ലിപ്സ്റ്റിക്കിൻ്റെ ഇവിടെ കുറച്ചുണ്ട്. നല്ലൊരു ഷെയ്ഡാണ്, എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എല്ലാ ഷെയ്ഡും ഇട്ടതിന് ശേഷം നിങ്ങൾ പറയണം എനിക്ക് ഏത് ഷെയ്ഡാണ് കൂടുതലും ചേരുന്നതെന്ന് പറയണം. അപ്പം നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോകാം. കാരണം ഞാൻ കുറച്ച് മുന്നേയും ഇതൊന്ന് ട്രാൻസ്ഫർ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണിച്ചു തന്നെയാണ്. സോ ഞാൻ എല്ലാ ലിപ്സ്റ്റിക്കിനും അത് ട്രൈ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോകാം. അപ്പം ഞാൻ നെക്സ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇത് DLC 034 എന്നാണ് ഈ ഒരു ഷെയ്ഡ് നമ്പർ വരുന്നത്. അപ്പം ഇത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഈ ഒരു ഷെയ്ഡ് എനിക്ക് സ്യൂട്ട് ആവുമോ ഇല്ലയോ എന്ന് നോക്കാം. സാധാരണ എല്ലാ ബ്രൗൺ ഷെയ്ഡ്സ് ഒന്നും എനിക്ക് സ്യൂട്ട് ആവാറില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ഗൈസ്, നല്ല ഷെയ്ഡ്. കാരണം എനിക്ക് എല്ലാ ബ്രൗൺ ലിപ്സ്റ്റിക്കൊന്നും എനിക്ക് സ്യൂട്ട് ആവാറില്ല, പക്ഷേ ഈ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്ക് എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. ഇഷ്ടമായി, ഈ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്ക് നന്നായിട്ട് ഇഷ്ടമായി.
നല്ലൊരു ഷെയ്ഡല്ലേ, പ്രത്യേകിച്ച് എൻ്റെ ഒരു ഡാർക്ക് സ്കിന്നും കൂടിയാണ്. ഡാർക്ക് സ്കിന്നുകാർക്ക് ചേരുമെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഉറപ്പായിട്ട് ഫെയർ സ്കിന്നിനും ചേരും. സോ ഐ ലൈക്ക് ദിസ് ലിപ്സ്റ്റിക്, വെരി ബ്യൂട്ടിഫുൾ. അപ്പം നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷെയ്ഡ് വരുന്നത് DLC 031 ആണ്. അപ്പം ഇത് ഞാൻ അറിയാണ്ട് ഇപ്പം തന്നെ വീഡിയോ ഓണാക്കാണ്ട് പൊട്ടിച്ച് പോയി. അപ്പം നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ഷെയ്ഡാണ് വരുന്നത്. അപ്പം മാച്ച് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ മിറർ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇടയ്ക്ക് അതിലേക്ക് നോക്കുന്ന കേട്ടോ, ചേരുവോ ഇല്ലയോ. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളറായതുകൊണ്ട് ഞാൻ കുറച്ചിട്ടിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് മാച്ച് ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല ലിപ് ലൈനേഴ്സ് ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കളർ ഇടുമ്പം എന്നെപ്പോലെയുള്ള ഡാർക്ക് സ്കിന്നുകാർ കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. നല്ല ലിപ്സ്റ്റിക്കാണ്. എനിക്കിതിൻ്റെ ആ ഒരു ടെക്സ്ചറാണ് എനിക്ക് എടുത്തു പറയേണ്ട കാര്യം. ടെക്സ്ചർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഈ 4 ലിപ്സ്റ്റിക്കുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചേരുന്ന ഏത് ലിപ്സ്റ്റിക്കാണെന്ന് നിങ്ങൾ എന്താണേലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. 4 ലിപ്സ്റ്റിക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ള റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഷെയ്ഡ്സൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ടെക്സ്ചർ എടുത്ത് പറയണം, ടെക്സ്ചറും അടിപൊളിയാണ്. നല്ല അഫോർഡബിൾ റേറ്റിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ എല്ലാവർക്കും തന്നെ മേടിക്കാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് ഈ ഒരു ലിപ്സ്റ്റിക്സ് വരുന്നത്. അതുകൂടാതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അവരെനിക്ക് ലിപ്സ്റ്റിക്ക് മാത്രമല്ല അയച്ചിട്ടുള്ളത്, ഒരു ഐലൈനറും കൂടെ അയച്ചിട്ടുണ്ട്. അവരുടെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഐലൈനറും കൂടിയാണ് അയച്ചിട്ടുള്ളത്. ഡാസ്ലറിൻ്റെ പ്രോഡക്റ്റ്സ് പിന്നെ നമ്മളെല്ലാവരും തന്നെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഡാസ്ലറിൻ്റെ ഐലൈനർ പ്രത്യേകിച്ച് അത് യൂസ് ചെയ്യാത്തത് ആരും തന്നെ കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് എങ്ങനെയാണ് എൻ്റെ കയ്യിലൊക്കെ കിട്ടിയെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.